Hi guys, so welcome back. It's me Aisha. അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് എക്സാം ആണ് അടുത്ത് നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ നിങ്ങൾ ലോങ് എസ്സേസും ലോങ് ടോപ്പിക്സും കോൺസെപ്റ്റ്സും ഒക്കെ പഠിച്ചാകെ മൊത്തം സ്റ്റക്ക് ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക 1 മാർക്ക് ക്വസ്റ്റ്യനും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ശരിയായാൽ നിങ്ങൾക്ക് 1 മാർക്ക് അവിടെ വീഴും. അത് ഒരു റിഡക്ഷനും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൂടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ എസ്സേസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അര മാർക്കൊക്കെ റിഡക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ടല്ലേ, പക്ഷേ അതൊന്നും ഇല്ല. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ മാർക്ക് അവിടെ തന്നെ വീഴും എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് കണ്ടാൽ മതി. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ട് പോകാം. അപ്പോൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കത്തിയാൽ ലാഭമായില്ലേ, കിട്ടിയില്ല, 1 മാർക്ക് അവിടെ വീണില്ലേ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യന് നാച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റിൽ നിന്നിട്ടുള്ളത് സെലക്ട് ദ കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. മിഡിൽ ലെവൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞത് ഫോർമുലേറ്റിംഗ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ആണോ? അല്ല. ഡിവിഷൻ ഹെഡ്സ് ടോപ്പ് മാനേജ്മെന്റ് അല്ല. ഫിനാൻസ് മാനേജർ ഓപ്പറേഷണൽ മാനേജ്മെന്റ് അല്ല. ഇംപ്ലിമെന്റിംഗ് പ്ലാൻസ് മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആണ്. അതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പോളിസി ഫോർമുലേഷൻ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ഡാഷ്. ആരുടെ ഫംഗ്ഷൻ ആണ്? ടോപ്പ് ലെവൽ മാനേജ്മെന്റിൻ്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യെസ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ആണ്. ഈ നോട്ട് നമ്മളെ കുഴിപ്പിക്കുന്നതാണ്, അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെന്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ പ്രൊട്ടക്റ്റിംഗ് എൻവയൺമെന്റ് ആണ് കേട്ടോ. പിന്നെ മാനേജ്മെന്റ് ഇസ് ഡാഷ്. മാനേജ്മെന്റ് ഗോൾ ഓറിയന്റഡ് ആണ്, പെർവാസീവ് ആണ്, മൾട്ടി ഡയമെൻഷൻ ആണ് അല്ലേ. ഒരു ലക്ഷ്യമുണ്ട്, എല്ലായിടത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെന്റ് നടത്തുന്നുണ്ട്, ആൻഡ് മൾട്ടി ഡയമെൻഷനൽ ആണ്. ഓക്കെ, ഇനി ഇതിൽ ഓഡ് വൺ ഏതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, പർച്ചേസ് മാനേജർ ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. പെടാത്തത് ആരാണ്? മാനേജിംഗ് ഡയറക്ടർ ആണ് കേട്ടോ. ഇനി അടുത്തത് സൂപ്പർവൈസർ ഏത് മാനേജ്മെന്റിലാണ് പെടുന്നത്? ലോവർ ലെവലിലാണ്. അപ്പോൾ ഓരോ ലെവലിലുള്ളതിലും ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് എ നാച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ആസ് ആൻ ആർട്ട് മാനേജ്മെന്റ്, നാച്ചർ ഓഫ് മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ്, റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നിട്ട് ഫോക്കസ് ചെയ്യുക. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് എ മാനേജർ ഷുഡ് റീപ്ലേസ് ഐ വിത്ത് വി ഇൻ ഓൾ ദ കോൺവെർസേഷൻ വിത്ത് വർക്കേഴ്സ് ടു ഫോസ്റ്റർ ദം സ്പിരിറ്റ്സ്. ഇതെന്താണ് കാണിക്കുന്നത്? ഏത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ആണ്? എസ്പിരിറ്റ് ഡി കോപ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ റിലേറ്റിംഗ് ടു ദ ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെന്റ് പോളിസീസ്. ഓഡ് വൺ ഏതാ? യൂണിവേഴ്സൽ ആണ്, ഫ്ലെക്സിബിൾ ആണ്, ബിഹേവിയറൽ ആണ്, റിജിഡിറ്റി ആണ്. യെസ്, ഓഡ് വൺ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ നാച്ചർ ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്? ഏതാണ്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. റിജിഡ് അല്ല. ലിമിറ്റഡ് ആപ്ലിക്കബിലിറ്റി, സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഒക്കെ തെറ്റാണ്. കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് സ്റ്റഡി ഓഫ് മൂവ്മെന്റ് ലൈക്ക് ലിഫ്റ്റിംഗ്, ചേഞ്ചിങ് പൊസിഷൻ എക്സെട്ര ആർ കോൾഡ്. ഇതിനെ നമ്മൾ എന്താ പറയുന്നത്? മോഷൻ സ്റ്റഡി എന്നാണ് പറയുന്നത്. അടുത്തത് എ പ്ലേസ് ഫോർ എവറിത്തിങ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്സ് പ്ലേസ് റിലേറ്റഡ് ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെന്റ്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഓർഡറിനെയാണ് അല്ലേ. ഹൗ മെനി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഗിവൺ ബൈ ഹെൻറി ഫയോൾ ഇൻ ഹിസ് ഫേമസ് ബുക്ക് പബ്ലിഷ്ഡ് ഇൻ 1970. എത്ര പ്രിൻസിപ്പിളാണ് ഹെൻറി ഫയോളിൻ്റെ ഉള്ളത്? യെസ്, 14 പ്രിൻസിപ്പിൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മാനേജ്മെന്റ് ഷുഡ് ഫൈൻഡ് വൺ ബെസ്റ്റ് വേ ടു പെർഫോം എ ടാസ്ക്. വിച്ച് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഇസ് ഡിഫൈൻഡ് ഇൻ ദിസ് സെന്റൻസ്? ഏതാണ്? മെത്തേഡ് സ്റ്റഡി ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ബിസിനസ് എൻവയൺമെന്റിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യൽ എൻവയൺമെന്റ്? സോഷ്യൽ എൻവയൺമെന്റിന് ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? ലിറ്ററസി റേറ്റ് വരാം, നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ററാക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് എക്കണോമി വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എക്കണോമി ഈസ് ടേംഡ് ആസ്. ഇതിനെയാണ് നമ്മൾ ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് എൻവയൺമെന്റ് ഓഫ് ബിസിനസ് ആണ്? അതും സോഷ്യൽ ആണ് കേട്ടോ. ദെൻ ചേഞ്ച് ഇൻ ഫാഷൻ ഓഫ് പീപ്പിളോ, അതും വരുന്നത് സോഷ്യൽ എൻവയൺമെന്റിൽ തന്നെയാണ്. അപ്പോൾ ഡയമെൻഷൻസ് എലമെന്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പക്ക ഷുവർ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഇനി പ്ലാനിങ് എന്ന ചാപ്റ്ററിലേക്ക് നോക്കുമ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് പ്ലാൻ വിച്ച് സ്പെസിഫൈ ദ സ്റ്റെപ്സ് ടു ബി ക്യാരിഡ് ഔട്ട് ഇൻ ഡിഫറെൻറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് സ്റ്റെപ്സ് എന്ന് കണ്ടാൽ തന്നെ അത് പ്രൊസീജിയർ ആണെന്ന് മനസ്സിലാക്കുക.
ഇനി ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലാൻഡ് വിച്ച് ദ മൂവ്മെന്റ് ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ഇസ് കൺസിഡേർഡ്. അതിനെയാണ് നമ്മൾ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് ലാൻഡ് റെഫേർഡ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. A firm decided to increase its sale by 20%. അതേതാണ്? ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ നോക്കിയേ, പ്ലാൻസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അസംഷൻസ് ഓൺ ഫ്യൂച്ചർ അപ്പോൺ വിച്ച് പ്ലാൻസ് ആർ ബേസ്ഡ് ആർ കോൾഡ്. ഇതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമിസസ്. ഫ്യൂച്ചർ ബേസ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമിസസ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞില്ല. ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് ഫംഗ്ഷൻ ദാറ്റ് ഡിസൈഡ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ഇൻ ഫ്യൂച്ചർ. അതാണല്ലേ നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്, നേരത്തെ തീരുമാനിക്കുകയാണ്. നെക്സ്റ്റ്, എ പ്ലാൻ ഡെവലപ്ഡ് ഫോർ എ വൺ ടൈം. ഒറ്റ തവണക്കുള്ളത് സിംഗിൾ യൂസ് പ്ലാൻ ആണ്. നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ പ്രിമിസസ് എന്ന് പറയുന്നത് ഏത് പ്ലാൻ ആണ്? അതൊരു റൂളാണ് കേട്ടോ. വിച്ച് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് ബ്രിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ നമ്മൾ എവിടെയാണ് ആൻഡ് നമ്മൾ എവിടെ എത്തണം? പ്ലാനിങ് അല്ലേ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ബിൽഡ് ചെയ്ത് തരുന്നത്. സോ റൈറ്റ് ആൻസർ പ്ലാനിങ് ആണ്. ഓക്കെ, സോ ഈസി. അടുത്തത് ഓർഗനൈസിങ് ചാപ്റ്ററിലാണ്. ഓർഗനൈസിംഗിൽ നമുക്ക് ഫസ്റ്റ് വൺ, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് ഡിനോട്ട്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഡാഷ് റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് അണ്ടർ എ സൂപ്പർവൈസേഴ്സ് ഡയറക്റ്റ് കൺട്രോൾ. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? സ്കാല ചെയിൻ അല്ല, ഗാങ് പ്ലാങ്ക് അല്ല, സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നാണ് പറയുന്നത്. ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി to subordinate to operate with the prescribed limit is called dash. Delegation important question ആണ് കേട്ടോ. ഈ അല്ലാതെ നമുക്ക് 5 മാർക്സിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഒന്ന് പഠിച്ചു വെക്കുക. ഡീസെൻട്രലൈസേഷൻ ഒക്കെ. നെക്സ്റ്റ് is the obligation of a subordinate to properly perform the assigned duty is called. അതിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. Which one of the following does not follow Scala chain? Scala chain follow ചെയ്യാത്തത് ആരാണ്? ഫംഗ്ഷണൽ ഉണ്ട്, ഫോർമൽ ഉണ്ട്, ഡിവിഷണൽ സ്ട്രക്ചർ ഉണ്ട്. ഇതാ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ആണ്. സോ ഇതിൽ പെടാത്തത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി പ്രോപ്പർലി. ഓക്കെ, പ്രോപ്പറായിട്ട് അസൈൻഡ് ഡ്യൂട്ടി ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ. ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ചെയ്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൽ എസ് എ ചോദിക്കുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ വേറെ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റാഫിങ്ങിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ കമ്പനി ഗെറ്റ്സ് ആപ്ലിക്കേഷൻ വിത്തൗട്ട് ഡിക്ലെയറിംഗ് എനി വാക്കൻസീസ്. However, when vacancy arises, the company makes use of such applications. Name the source of recruitment mentioned here. Already ഉള്ള ആപ്ലിക്കേഷൻസ് ആണല്ലേ. ഇതിനെയാണ് നമ്മൾ കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്. Next, the test used to measure the individual's potential for learning new skill. പുതിയ സ്കിൽസ് പഠിക്കുന്ന ഇൻഡിവിജ്വലിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, മെഷറിംഗ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പെർഫോം എ ഗിവൺ ടാസ്ക്. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രേഡ് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഡാഷ് ഈസ് നെഗറ്റീവ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. റിക്രൂട്ട്മെൻറ്റ് നല്ലതാണ്, ഇൻ്റർവ്യൂ ഓറിയൻറ്റേഷൻ ഇതിൽ നെഗറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? സെലക്ഷൻ ആണ് അല്ലേ. കുറേ ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ നമ്മൾ പിക്ക് ചെയ്യുന്നുള്ളൂ, അതാണ് നെഗറ്റീവ് പ്രോസസ്. ദെൻ നെക്സ്റ്റ്, ദ ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് ചേഞ്ചിങ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് സ്റ്റാറ്റസ്. ഒരു മാറ്റവും റെസ്പോൺസിബിലിറ്റിയിലും സ്റ്റാറ്റസും ഇല്ലാതെ മാറ്റുന്നത് ട്രാൻസ്ഫർ ആണ്. അതിൽ മാറ്റങ്ങൾ വന്ന ഹയർ ജോബ്സിലേക്ക് മാറ്റുന്നത് നമ്മൾ എന്താ പറയുന്നത്? പ്രൊമോഷൻ എന്നാണെന്നുള്ളതുകൂടെ ഓർത്ത് വെക്കുക. പ്രോസസ് ഓഫ് ഫൈൻഡിങ് പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ എ ജോബ് റിക്രൂട്ട്മെന്റ് ആണ് അല്ലേ. ഇൻ സ്റ്റാഫിംഗ് ഫംഗ്ഷൻ വിച്ച് കോമ്പിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ ഇസ് കറക്റ്റ്? യെസ്, റിക്രൂട്ട് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, പ്ലേസ്മെന്റ് ചെയ്യുന്നു ആൻഡ് അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. സ്റ്റാഫിങ്ങിൻ്റെ പ്രോസസ്സ് പഠിച്ചു വെച്ചോ, ഷുവർ ആണ്. ഓക്കെ, ഇനി ഡയറക്റ്റിംഗിലേക്ക് നോക്കുമ്പോൾ ഗ്രേപ്പ് വൈൻ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്? ഏതാണ്? പ്രൊമോഷൻ അല്ല, ജോബ് സെക്യൂരിറ്റി അല്ല, പാർട്ടിസിപ്പേഷൻ അല്ല, അതാ സ്റ്റോക്ക് ഓപ്ഷൻ ആണ്. പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജസ് ഇൻ ടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ അല്ലേ. കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആക്കി മാറ്റുന്നതിനെ നമ്മൾ എൻകോഡിംഗ് എന്നാണ് പറയുന്നത്. പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ് ടു ആക്ട് ഇൻ എ ഡിസൈഡ് മാനർ അല്ലേ. നമ്മൾ പറഞ്ഞ രീതിയിൽ അവരെ വർക്ക് ചെയ്യാൻ പറയുന്ന, വർക്ക് ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സിനെ എന്താ പറയുന്നത്? മോട്ടിവേഷൻ എന്നാണ് പറയുന്നത്. ഡാഷ് ഈസ് റെഫേഴ്സ് ടു ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ. റിപ്പീറ്റഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. ദെൻ പേ ആൻഡ് അലവൻസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യണേ. ഇൻഡ്യൂസ്മെന്റ് ടു ആക്ട് ഓർ മൂവ് ദ സബോർഡിനേറ്റ് ഇൻ മാനേജ്മെന്റ്. ഇതിനെ എന്താ പറയുക ഗൈസ്? ഇതിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
Next is highest levels to need in the Maslow's need hierarchy theory is self-actualization needs. Next, the process of converting the message into communication symbol is known as ഇതിനെയാണ് നമ്മൾ encoding എന്ന് പറയുന്നത്. Okay, controlling അടുത്ത ചാപ്റ്ററിൽ management function that ensures all things are going on according to plan is A. അതിനെയാണ് നമ്മൾ controlling എന്ന് പറയുന്നത്. Okay, so process of ensuring that the activities in an organization are performed as per the plan. ഇതിനെയാണ് നമ്മൾ controlling എന്ന് പറയുന്നത്. Also നമുക്ക് പറയാം controlling എന്ന് പറഞ്ഞാൽ it is a management function that ensure all things are going according to the plan. Okay, so easy. Next എന്താണ് the last step in controlling function ഏതാണ്? Last step controlling functionൽ യെസ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ആണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കാം. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ റിലേറ്റിംഗ് ടു വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്ത കറക്റ്റ് ഇക്വേഷൻ ആണ്. ഏത് പറയാം? കറണ്ട് അസെറ്റ് പ്ലസ് ഫിക്സഡ് അസെറ്റ് അല്ല, കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ നെക്സ്റ്റ് എക്സസ് ഓഫ് കറണ്ട് അസെറ്റ്സ് ഓവർ കറണ്ട് ലയബിലിറ്റീസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നോട്ട് ചെയ്തോ, ഷോ ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫേർണിച്ചർ, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഇതിൽ പെടാത്തതാണ് നമ്മളെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ദ ക്വാണ്ടം ഓഫ് ഫിനാൻസ് ടു ബി റേസ്ഡ് ഫ്രം വേരിയസ് ലോങ് ടേം സോഴ്സസ് ഈസ് റിലേറ്റഡ് ടു. ഇത് ഏതിലാണ് പെട്ടിരിക്കുന്നത്? നമ്മുടെ ഫിനാൻസിങ് ഡെസിഷൻസിലാണ് കേട്ടോ. നെക്സ്റ്റ്, ഗിവ് ദ ഫുൾ ഫോം ഓഫ് ROI. ROI എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്? റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നോട്ട് ചെയ്തോ. The decision to purchase a new machinery for the businesses, investment decision എന്ന് പറയും. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ ന്യൂ മെഷീനറി എന്ന് പറയുന്നത്. Okay, so the last chapter, marketing management. A company offers 40% extra shown cream in a pack of 100 grams. Identify the sales promotion tool. ഏതാണ്? ബോണസ് പാക്ക് അല്ലെങ്കിൽ എക്സ്ട്രാ ക്വാണ്ടിറ്റി ഓഫർ എന്ന് പറയാം. വിച്ച് ഈസ് കോൾഡ് ആസ് സൈലന്റ് സെയിൽസ്മാൻ ഇൻ എ മാർക്കറ്റ്. ആരാണ്? പാക്കേജിംഗ് ആണ് കേട്ടോ സൈലന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. റിബേറ്റ്, ഡിസ്കൗണ്ട്, റീഫണ്ട്. അതിൽ പെടാത്തതാണ് നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയുന്നത് അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കൺവീനിയൻസ് ഗുഡ്സ്. കൺവീനിയൻസ് ഗുഡ്സിന് എക്സാമ്പിൾ ഏതാ? ന്യൂസ് പേപ്പർ ആണ് അല്ലേ. ജ്വല്ലറി, ടെലിവിഷൻ ഒന്നല്ല, ന്യൂസ് പേപ്പർ ആണ് കൺവീനിയൻസ് ഗുഡ്സിന് എക്സാമ്പിൾ പറയാൻ പറ്റുക. ദ എമൗണ്ട് ഓഫ് മണി വാട്ട് ദ കസ്റ്റമർ ഹാവ് ടു പേ ടു ഒബ്റ്റെയിൻ ദ പ്രൊഡക്റ്റേഴ്സ്, അതിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് മണി കസ്റ്റമർ ഹാവ് ടു പേ ടു ഒബ്റ്റെയിൻ എ പ്രൊഡക്റ്റ് ഓർ സർവീസിനെയാണ് നമ്മൾ പ്രൈസ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ദെൻ ചൂസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ബ്രാൻഡ് നെയിം. ഒരു ഗുഡ് ബ്രാൻഡ് നെയിം എങ്ങനെയായിരിക്കണം? നമുക്ക് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പേഴ്സണൽ സെല്ലിംഗ് ഫാൾസ് അണ്ടർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് എലമെന്റ്സ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. മാർക്കറ്റിംഗ് മിക്സിന്റെ 4 പീസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതിലാണ് പേഴ്സണൽ സെല്ലിംഗ് വരുന്നത്? പ്രൊമോഷനിലാണ്. ഓക്കെ, ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളൂ കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആസ് പെർ ഗിവൺ ഹിന്റ്. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ഏത് ഇയറാ? ഇയേഴ്സ് ഇതിൽ ഇത് മാത്രം, കുറേ ഇയർ ഒന്നും വരുന്നില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക. 1954 ആണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് 1986 കേട്ടോ. നെക്സ്റ്റ്, റൈറ്റ് എനി 2 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ഇൻഫർമേഷൻ, റൈറ്റ് ടു സീക്ക് റെഡ്രസൽ ഒക്കെ എഴുതാമെന്നാണ്. Dash is the apex authority to seek redressal for a consumer in India under the Consumer Protection Act. ഏതാണ്? നാഷണൽ കമ്മീഷൻ ആണ്. Which among the following is the apex authority as per Consumer Protection Act? apex authority നാഷണൽ കമ്മീഷൻ ആണ്. ഓക്കെ, സോ ഇതുകൂടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കേണ്ടതുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. 1 വേർഡിന് ആരോടും ഇങ്ങനെ തല തിരിഞ്ഞ് മറന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സോ ഡോണ്ട് മിസ് ഇറ്റ് ഔട്ട്. എന്തായാലും ഇത് പഠിച്ചു എന്നുള്ള കാര്യം എൻഷുർ ചെയ്യുക. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നോക്കിയാൽ മതി. സോ ഫോർ മോർ വീഡിയോസ് ഡു കമന്റ് ബിലോ. ഓൾ ദി വെരി ബെസ്റ്റ്.